ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ചോക്ലേറ്റ് ബ്രെഡാണ്. ബ്രെഡ് എന്നും പറയാം, കേക്ക് എന്നും പറയാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സോഫ്റ്റും ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിലേക്ക് പോവാം. ബനാന ചോക്ലേറ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 റോബസ്റ്റോ പഴമാണ് കേട്ടോ ഇത്. അതെടുത്തിട്ടുണ്ട്. അത് തൊളിച്ചിട്ട് ഇതിലേക്ക് ഇടാം, ബൗളിലേക്ക് ഇട്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ എന്തെങ്കിലും നല്ല പഴുത്ത പഴമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്. നന്നായി പഴുത്ത് ഒരു മാതിരി കളറൊക്കെ മാറിയതാണെങ്കിലും കുഴപ്പമില്ല. ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചു കൊടുക്കണം. ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ആട്ടോ ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ ഷുഗർ വേണമെങ്കിലും ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് എല്ലാം കൂടി സെറ്റായി വരുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഒരു അരിപ്പിലേക്ക് 1/4 കപ്പ് മൈദ എടുക്കണം. പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുക്കണം. 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി അരിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ബട്ടർ കേട്ടോ, 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചായി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലേക്ക് നമ്മുടെ ചോക്കോ ചിപ്സ് ചേർക്കണം. നിങ്ങളുടെ കയ്യിൽ കോമ്പൗണ്ട് ആയാലും കുഴപ്പമില്ല കേട്ടോ. കോമ്പൗണ്ടിനെ കുറച്ച് ചെറിയ പീസ് ആക്കിയിട്ട് ചേർത്താലും മതി. 1/4 കപ്പ് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ മെൽറ്റായി വന്ന് നമ്മൾ ചൂടോടെ ഈ ചോക്ലേറ്റ് ഒക്കെ ഈ ബനാന ബ്രെഡ് കഴിക്കുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ്. ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കാം. മോൾഡിലേക്ക് ഒഴിക്കാം കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ബാറ്റർ pour ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് കുറച്ചുകൂടെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഒരു ഭംഗി കിട്ടുന്നതേ ഉള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നട്ട്സും ഒക്കെ ഇടാം കേട്ടോ. ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ തന്നെ ഒരു 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ചോക്ലേറ്റ് അകത്തുള്ള ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. കണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചോക്ലേറ്റിൻ്റെയും ഇത് മെൽറ്റ് ആയതിൻ്റെ എല്ലാം ആയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.